പക്ഷെ കുഞ്ഞു പറയുന്നത് ദേശത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സ്വത്ത് ഒരു കുടുംബത്തിന്റേത് മാത്രമാകാൻ പാടില്ലെന്നാ. ഇതിപ്പോ ട്രസ്റ്റായ അവിടത്തെ കോടികളിൽ ഒരാൾക്കും തന്നിഷ്ടം കാണിക്കാൻ പറ്റില്ല. തീരുമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരുമിച്ചായിരിക്കും. വേണുവിന് മറ്റൊരാവശ്യത്തിന് തലസ്ഥാനത്ത് പോകാനുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടി ആകാന്ന് കരുതി. അതാ ഞങ്ങള്. അതൊക്കെ വളരെ നല്ല കാര്യം. പക്ഷേ സുഭദ്ര പ്രസവിച്ചിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിവുള്ളതല്ലേ പേറ്റുവാലായ്മയെക്കുറിച്ച്? ഏറ്റവും കുറഞ്ഞത് 21 ദിവസമെങ്കിലും എല്ലാവിധ ദൈവിക കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നാണ് സ്ത്രീകൾക്കുള്ള വ്യവസ്ഥ. ദിവസം 21 കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞു മതി സുഭദ്രയെ കൊണ്ട് ഈ ഒപ്പുവെപ്പിക്കലൊക്കെ. ഞങ്ങളും ഈ സംശയം പറഞ്ഞതാ. അപ്പൊ വക്കീൽ അദ്ദേഹം പറഞ്ഞത് അതൊന്നും സാരമില്ലെന്ന്. എന്ന് പറഞ്ഞ ഇത് വെറുതെ ചില കടലാസുകൾ ഒപ്പിടുന്ന കാര്യമല്ലേ. മാത്രമല്ല അമ്പലത്തിൽ വെച്ചല്ല നമ്മളിത് ചെയ്യുന്നത്. അതാ ഞാൻ സാരമില്ലെന്ന് പറഞ്ഞത്. എന്നാ സാരമുണ്ട്. തൽക്കാലം ഈ ഒപ്പിടൽ ഇവിടെ ഇന്ന് നടക്കില്ല. നിങ്ങൾ മടങ്ങിക്കോ. സുഭദ്രയ്ക്ക് സുഖമാവുമ്പോ ഞങ്ങൾ അറിയിക്കാം. അപ്പ വന്നാ മതി. അല്ല സർ, ഇന്ന് തന്നെ ഇത് നടന്നിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി കൺവീനിയന്റ് ഫോർ അസ്. ഞങ്ങൾ വന്ന വിവരം സുഭദ്ര മാഡത്തൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ. ഒരു വക്കീൽ ഡിഗ്രി കയ്യിലുണ്ടെന്ന് കരുതി നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല? Your convenience is not our concern. She needs rest. Absolute rest. Okay? എല്ലാവർക്കും തിരിച്ചു പോവാം ഇപ്പൊ തന്നെ. എന്താ എല്ലാവർക്കും ചായയും കോഫിയൊക്കെ പറയട്ടെ? പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നു. നമുക്ക് ഒരു നിമിഷം, ഞങ്ങൾ ഇറങ്ങുവാ. അതിനു മുമ്പ് ഞങ്ങൾ സ്ത്രീകൾക്ക് മാത്രമെങ്കിലും അമ്മയും കുഞ്ഞിനൊന്ന് കാണാൻ പറ്റുമോ? ഒരാഗ്രഹം കൊണ്ടാ. നടക്കില്ല. അമ്മയും കുഞ്ഞിനെയും തൽക്കാലം ഞങ്ങൾ ബന്ധുക്കൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം തീർക്കാൻ പിന്നീട് ഒരു തീയതി നിശ്ചയിച്ചറിയിക്കാം. തൽക്കാലം എല്ലാവരും പോവാൻ നോക്ക്. നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ പോവാ. അവനൊരു എല്ലു കൂടുതലാ. തന്തേക്കാൾ ഉപദ്രവം ഉണ്ടാക്കുന്ന തോന്നുന്നത്. ഞാനും അത് ശ്രദ്ധിച്ചു അമ്മേ. അവന്റെ എല്ല് നമുക്കങ്ങ് ഊരിയെടുത്ത് കളയാം. വേലയ്യ, നിനക്ക് പണിയാവുന്ന ലക്ഷണമാണല്ലോ. ഓ ഓ ഓ ഓ ഓ വാവേ, കരയല്ലേ? അമ്മയുടെ മുത്തല്ലേ? അമ്മേ, അവിടെ വക്കീലമ്മാവനും അമ്പലത്തിലുള്ള ആൾക്കാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോ ഏട്ടനും അമ്മയും സമ്മതിച്ചില്ല. സമ്മതിച്ചില്ലേ? അതെന്താ ഇപ്പൊ? എന്നിട്ട് അവര് പോയോ? ആ, പോയിന്നാ തോന്നുന്നേ. ശോ, ഇതെന്തൊരു കഷ്ടമാണ് ഈശ്വര. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാണല്ലോ. ഇതിനിയെങ്കിലും അവസാനിപ്പിച്ചാലേ ശരിയാവൂ. നീ മോനെ നോക്കിക്കോ, ഞാൻ കാര്യങ്ങൾ തിരക്കിയിട്ട് വരാം. ആ, എവിടെ? അവരെ കണ്ടില്ലല്ലോ. എവിടെ? എവിടെ അവര്? ആരാ സുഭദ്രേ? അവര് വക്കീലമ്മാവനും ക്ഷേത്ര ഭാരവാഹികളും. അവരെന്നെ കാണാൻ വന്നതല്ലേ? എന്നിട്ട് എങ്ങോട്ട് പോയി എന്നാണ് ചോദിച്ചത്. അതവര്
ശരിയെല്ലാം തോന്നി. ഞാൻ തന്നെയാ പറഞ്ഞത് തിരിച്ചു പോയിക്കോളെ. എന്തിന്? എന്നെ കാണാൻ വരുന്നവര് ശരിയാണോ ശരിയല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അല്ലേന്ന്? അല്ല മോളെ, അത്രയും പേരെ അകത്ത് വിടുന്നത് നന്നല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. അക്കൂട്ടത്തില് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആർക്കറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണോന്ന്. ഈ അവസരത്തിൽ നമ്മുടെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് നമ്മളല്ലേ കരുതലെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്ന് അവരോട് സംസാരിക്കുമായിരുന്നു. തൃപ്പങ്ങോട്ട് കുടുംബത്തിൽ നിന്ന് നിരാശരായി ഇതുവരെ ആരും തിരികെ പോയിട്ടില്ല. ദർശനം നൽകാൻ മടിക്കുന്ന ദൈവങ്ങളൊന്നും ഈ കുടുംബത്തിലില്ല എന്നർത്ഥം. സുഭദ്ര, സുഭദ്ര, ഇതിനെത്ര നിശിതമായിട്ട് കാണണ്ട നമ്മള്. അത്ര അത്യാവശ്യമാണെങ്കിൽ നാളെ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അതോടെ അവസാനിക്കില്ല ഈ പ്രശ്നം. ഈ പ്രശ്നം അവസാനിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ദുരൂഹമായ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ കുടുംബത്തില് തലപൊക്കി തുടങ്ങിയെന്നാ. അച്ഛനില്ലെന്ന് കരുതി അച്ഛനൊപ്പമാകാൻ ആരൊക്കെയോ ശ്രമിക്കുന്നത് പോലെ. സുഭദ്ര, എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നേ? ഈ ലോകത്ത് ആർക്കും മറ്റൊരാളെ പോലെ ആവാൻ പറ്റില്ല. ഈ കുടുംബത്തിൽ ഒരു ദുരൂഹതയും സംഭവിച്ചിട്ടുമില്ല. അതൊക്കെ സുഭദ്രയുടെ തോന്നലുകൾ മാത്രമാ. തോന്നലുകളല്ല, യാഥാർത്ഥ്യങ്ങൾ. അല്ലെങ്കിൽ എത്ര നാളായി പറയുകയാണ് ആ ഈശ്വരി അമ്മയെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ. അതിലെന്താ ഇപ്പോഴും തടസ്സം? ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ടോ, ഈ ഉത്തരമില്ലായ്മയാണ് ദുരൂഹത. സാരമില്ല, എനിക്കറിയാം ഇനി എന്റെ കുഞ്ഞിന്റെ ജന്മഫലം നോക്കാനും ജാതകം എഴുതിക്കാനും ഈശ്വരി അമ്മയെ എവിടെ പോയി കണ്ടുപിടിക്കണമെന്ന്. ആ അമ്മ ജീവിച്ചിരുന്നാലും മരിച്ചാലും ആ ദുരൂഹത ഞാൻ നീക്കിയിരിക്കും. ഉറപ്പാണ്, ഉറപ്പ്. നീ ശ്രദ്ധിച്ചോ? സുഭദ്രയുടെ ഇതുവരെ കാണാത്തൊരു മുഖമാ നമ്മൾ ഇന്ന് കണ്ടത്. അതെ, പെട്ടെന്നൊരു നിമിഷം തൃപ്പങ്ങോട് വാസുദേവൻ അവളുടെ ദേഹത്തേക്ക് ബാധ കയറിയോന്ന് ഞാൻ സംശയിച്ചു. സംശയിക്കണ്ട, ഇന്ന് കണ്ടത് അതിന്റെ തുടക്കം മാത്രമാണ്. കാരണം ഈ നാട് മുഴുവൻ നമ്മളെ അവിശ്വസിച്ചപ്പോഴും സുഭദ്ര നമ്മളെ വിശ്വസിച്ചിരുന്നു ഇന്നലെ വരെ. എന്നാൽ ഇപ്പോ ആ വിശ്വാസത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ടെന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം. അതെ, തൃപ്പങ്ങോട് കുടുംബത്തിനെതിരെ നമ്മൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ അന്യരാക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ്. കാര്യങ്ങൾ ആ നിലയ്ക്ക് നീങ്ങുന്നതിന് മുമ്പ് വച്ച് താമസിപ്പിക്കാതെ അവസാനിപ്പിച്ചേ പറ്റൂ. അതെ മോനെ, അതെ. കോട്ടയ്ക്കലെ പുരുഷൻ തൃപ്പങ്ങോട്ട് പുനർജനിച്ചു കഴിഞ്ഞു. നിന്റെ മകൻ കാശിനാഥൻ. ഈ തറവാട്ടിലെ നിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. പക്ഷേ സുഭദ്രയുടെ ജീവൻ എടുക്കാൻ ഒരു ഭർത്താവെന്ന നിലയിൽ നിന്റെ കൈ വിറയ്ക്കുമോ എന്ന് മാത്രമോ എന്റെ ഒരു സംശയം. ആ സംശയം അസ്ഥാനത്താണമ്മേ. അമ്മയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. സുഭദ്ര എന്റെ ജീവന് ജന്മം കൊടുക്കുമ്പോഴും അവൾ എന്റെ ജീവന്റെ ഭാഗമായി അനുഭവപ്പെട്ടിട്ടില്ല എനിക്ക്. നമ്മുടെ കുടിപ്പകയുടെ ഇരയായി മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. ഒരേ കിടക്കയിൽ ഉറങ്ങുമ്പോഴും ഒരുമിച്ച് ശരീരം പങ്കുവയ്ക്കുമ്പോഴും
മനസ്സിന്റെ ആഴങ്ങളിൽ മുട്ടിട്ടത് പ്രണയമല്ല എനിക്ക്, നുരഞ്ഞു പൊങ്ങുന്ന പകയോ. കോട്ടയ്ക്കൽ വിശംബരന്റെ കുടുംബത്തിന്റെ ശത്രുവായവരോടുള്ള പക മാത്രം. അവളും കൂടി അവസാനിച്ച പിന്നെ ഈ മേഘനാഥന്റെ ജൈത്രയാത്രയാണ് ഈ ദേശം മുഴുവൻ. നമ്മൾ ഈ ദേശത്ത് കാലുകുത്തിയ നാള് മുതൽ സ്ഥാനത്തോ അസ്ഥാനത്തോ അപമാനിച്ചവർക്കൊക്കെ ഉചിതമായ പ്രതിഫലം കൊടുക്കും ഈ മേഘനാഥൻ. ഇവിടെ തൃപ്പങ്ങോട്ടില്ല, കോട്ടയ്ക്കലേ ഉള്ളൂ. കോട്ടയ്ക്കൽ ദേശം മാത്രം. നല്ല തീരുമാനം. എന്നാ പിന്നെ ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ കർമ്മം പൂർത്തിയാക്കണം. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. സുഭദ്ര മരിച്ചാലും ബാക്കി 3 കുട്ടികളുടെ കാര്യം നമ്മൾ എന്തു ചെയ്യും? പ്രത്യേകിച്ചും ആ രാധ ഇപ്പോഴേ നമ്മുടെ കണ്ണിലെ കരട. അറിയാമേ, അറിയാം. തൽക്കാലം സുഭദ്രയാണ് നമ്മുടെ മുന്നിലെ തടസ്സങ്ങളുടെ മഹാവൃക്ഷം. അതിന്റെ വേരറുത്താൽ കീഴെ വളരുന്ന കുഞ്ഞു ചെടികളും പട്ടുപോകുമെന്ന് ഉറപ്പാ. ഇല്ലെങ്കിൽ അപ്പ ആലോചിക്കാം നമുക്ക് എന്ത് ചെയ്യണമെന്ന്. ഇന്ന് രാത്രി നമ്മുടെ ഇര തൃപ്പങ്ങോട് കുടുംബത്തിലെ സുഭദ്രയാണ്. വിഷം കുടിച്ച് മരിക്കേണ്ട സുഭദ്ര മാത്രം. അങ്ങനെ അവിടെ വച്ചേക്ക്. മുഴുവൻ ചേർക്കണോ? വേണ്ട. ഏഴെട്ട് തുള്ളികൾ. ബാക്കി സുഭദ്ര തമ്പുരാട്ടിയുടെ അനിയത്തിമാർക്കുള്ളതാ. അമ്മ പാലിങ്ങെടുക്ക്. ഞാനിപ്പോ സുഭദ്രയുടെ അടുത്തേക്ക് പോവുക. 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ജോലിക്കാരിയെ വിളിച്ചത് കൊടുത്തുവിടണം. ഈ പാല് കുടിച്ചിട്ട് വേണം തൃപ്പങ്ങോട്ട് മഹാറാണി നെഞ്ച് കലങ്ങി ചോര ഛർദിച്ച് അവസാന ശ്വാസമെടുക്കാൻ. എടാ കുഞ്ഞാ, വാവേ. ആഹാ, ഇവിടെ ഉത്സവമാണല്ലോ. ഇതെന്താ, നിങ്ങളാരും അത്താഴം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, വിശപ്പ് തോന്നുന്നില്ല. അയ്യോ, അത് പറ്റില്ല. വിശപ്പുണ്ടായാലും ഇല്ലെങ്കിലും എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. എന്താ മക്കളെ, പ്രസവമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച അവസ്ഥയിലെ അമ്മ. അത്താഴ പഷ്ണി കിടക്കാൻ പാടുണ്ടോ? ആ, സുചിത്രേ, ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ആഹാരം കൊടുക്ക. എന്നിട്ട് അമ്മയോട് പറഞ്ഞാ മതി
കുങ്കുമപ്പൂയിട്ട് ഒരു ഗ്ലാസ് പാൽ ഇങ്ങോട്ട് തന്നാ മതിയെന്ന്. ശരി വരും. ആ വാ 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 വന്നേ വന്നേ. ആ, ആ. അച്ചച്ചോ. ആ, ആ. ഇവന് നിന്റെ നിറവ് കിട്ടിയിരിക്കുന്നെന്ന് അമ്മ പറഞ്ഞത്. ആണോ? ആ എന്തോ എനിക്ക് തോന്നുന്നില്ല. ആണെന്നേ. മാത്രമല്ല നിന്റെ അതേ മൂക്ക്. ആ എല്ലാം കൊള്ളാം. ആ വാശി മാത്രം കിട്ടാതിരുന്നാ മതി. അയ്യടാ അച്ഛാ, അതിനിടയ്ക്ക് എന്നെ കളിയാക്കിക്കൊള്ളണം കേട്ടോ. സത്യം പറഞ്ഞ നിന്നെ ഇങ്ങനെ കാണുന്നതാ എനിക്കിഷ്ടം. തൃപ്പങ്ങോട്ടെ മഹാറാണി പട്ടം മറന്ന് എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് കുറച്ച് നിമിഷങ്ങൾ. ഈ സുഭദ്രയാ എന്റെ യഥാർത്ഥ സുഭദ്ര. എന്താ ശരിയല്ലേ? സത്യം പറ. അതെ, ഇതാണ് യഥാർത്ഥ സുഭദ്ര. മോൻ കൂടി വന്നപ്പോ ജീവിതത്തിന് പുതിയൊരർത്ഥം വന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും അച്ഛന്റെ ജന്മാംശമാണ് ഈ കുഞ്ഞെന്ന് ഈശ്വരിയമ്മ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇനി ഈശ്വരിയമ്മ വന്നിട്ട് വേണം ഇവന്റെ ഭാവി കൂടി ചോദിച്ച് മനസ്സിലാക്കാൻ. അതിന് ചോദിക്കാനും മനസ്സിലാക്കാനും പ്രത്യേകിച്ച് ഒന്നുമില്ല സുഭദ്ര. നമ്മുടെ മോനെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കില്ലേ? വളർന്ന് വലുതായി തൃപ്പങ്ങോട്ടിന്റെ യശസ് ഉയർത്തേണ്ടവനല്ലേ ഇവൻ? ആഹാ, എന്റെ മോന്റെ അമ്മയ്ക്കുള്ള പാലെത്തിയല്ലോ. പാല്. എനിക്കിപ്പോ പാല് വേണ്ട. ഒരു രുചിയും ഉണ്ടാവില്ല കുടിക്കാൻ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ആരോഗ്യം നോക്കേണ്ട സമയമല്ലേ സുഭദ്ര ഇത്. ഈ പാല് കുടിച്ചേ പറ്റൂ. എന്നാലല്ലേ നമ്മുടെ കുഞ്ഞിനുള്ള പാലുണ്ടാവൂ. ഇത് കുടിക്ക്. കുടിക്ക്. ശരി ശരി, ഞാൻ കുടിച്ചോളാം. ഒരു നിമിഷം, ദാ കുഞ്ഞിനെ പിടിക്ക. ആ ആ വാ 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 വാ. എന്താടാ വാവേ, കുടിക്ക്. വാവേ. ദേ നമ്മുടെ മോന്റെ നോട്ടം കണ്ടോ? കൊതിയൻ. അമ്മ പാല് കുടിക്കുന്നത് നോക്കുക. നിനക്കും തരാം കേട്ടോ. ഏയ് വേണ്ട. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ഞാനൊരു സ്വാർത്ഥത കൊണ്ട് പറഞ്ഞതാ. സ്വാർത്ഥതയോ? ആ അതെ, എന്റെ സുഭദ്രയ്ക്കുള്ള പാലാ ഇത്. മറ്റാർക്കും നൽകാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ മകനായ പോലും അതങ്ങനെ തന്നെയാ. നീ കഴിഞ്ഞിട്ടല്ലേ എനിക്കിവൻ. വേണമെങ്കിൽ അതെന്റെ സ്വാർത്ഥതയാണെന്ന് കൂട്ടിക്കോ. അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. ഓ ശരി ശരി, സമ്മതിച്ചു. ഇത് ഞാനിപ്പോ മുഴുവൻ കുടിച്ചു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. നീ പാല് കുടിക്ക, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തട്ടെ. ഇതെന്താ ഒരു അരുചി? അരുചിയോ? അതെ, സാധാരണ തരുന്ന പാലിന്റെ രുചി അല്ലല്ലോ. നല്ല ചവർപ്പ്. ഓ അത് ശരി. എന്റെ അമ്മയുടെ ഒരു കാര്യം. മോള് പ്രസവം കഴിഞ്ഞതല്ലേ, ശരീരം പെട്ടെന്ന് നന്നാവാൻ ആ കുങ്കുമപ്പൂ വാരിയിട്ട് കാണും. സാരമില്ല,
ശരീരം നന്നാവാനല്ലേ. കണ്ണു അടച്ചങ്ങ് കുടിച്ചേക്ക്, ഒരു കുഴപ്പമില്ല. ഉം. ഓ